أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا وصدوا عن سبيل الله وشاقوا الرسول من بعد ما تبين لهم الهدى لن يضروا الله شيئا وسيحبط أعمالهم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. إن الذين كفروا وصدوا عن سبيل الله ثم ماتوا وهم كفار فلن يغفر الله لهم. فلا تهنوا وتدعوا إلى السلم وأنتم الأعلون والله معكم ولن يتر أعمالكم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1782 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാഹി വശാഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ لن يضروا الله شيئا وسيحبط أعمالهم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. إن الذين كفروا وصدوا عن سبيل الله ثم ماتوا وهم كفار فلن يغفر الله لهم. فلا تهنوا وتدعوا إلى السلم وأنتم الأعلون والله معكم ولن يتركم أعمالكم. صدق الله العلي العظيم. സൂറത്ത് മുഹമ്മദിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിലാകെ 38 ആയത്തുകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുമായിട്ട് ഈ സൂറത്തിന്റെ ശേഷിക്കുന്ന ആയത്തുകൾ ചർച്ച ചെയ്ത് പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. യുദ്ധം ചെയ്യുവാനുള്ള ഏറ്റുമുട്ടാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സത്യനിഷേധികളുമായി പോരാടേണ്ടി വരുന്ന സന്ദർഭത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഈ സൂറത്തിന്റെ നമ്മൾ പിന്നിട്ട ഭാഗത്ത് മുഖ്യമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായത്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്ത് പോയതിനെ തുടർന്ന് സാഹചര്യം വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി മാറുന്ന, അവരെ
തുടർന്നും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മക്കയിലെ ആളുകളും. ഈ ഒരു സാഹചര്യത്തിലാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മാർഗത്തില് ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോരാടാൻ നിർദ്ദേശിക്കുന്ന ഒരു സൂറത്ത് അവതരിക്കാത്തത് എന്തുകൊണ്ട് എന്ന വിധത്തിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു യുദ്ധത്തിനോട് പോരാടേണ്ടി വരുന്നതിനോട് കൂട്ടത്തിൽ പലരും സ്വീകരിച്ച ഒരു നിലപാടിനെ അള്ളാഹു സൂക്ഷ്മമായി പരിശോധിക്കുകയും അവരെ അതിന്റെ പേരിൽ വിമർശിക്കുകയും ആക്ഷേപത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ആളുകളിൽ പലരും തന്നെ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് അതിൽ പങ്കെടുക്കേണ്ടി വരുന്നതിന് ഒക്കെ തന്നെ വലിയ ഭയം കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് അള്ളാഹു ഇവിടെ വിവരിക്കുകയുണ്ടായത്. അവര് മരണം അല്ലെങ്കിൽ മരണഭയം വന്ന് മൂടിയ ഒരാളുടെ അവസ്ഥ പോലെയാണ് അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഈ വിഷയം പറഞ്ഞ ഘട്ടത്തിൽ തുറച്ചു നോക്കുകയുണ്ടായത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം. എന്നാൽ ആ നിലപാട് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനുള്ള സന്നദ്ധതയില്ലായ്കയും കാണിച്ചുകൊണ്ടും അതുപോലെ അങ്ങനെ പോരാട്ടം അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കളയുകയൊക്കെ ചെയ്യുന്നത് എന്തുമാത്രം ആത്മഹത്യാപരമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. അവര് ഇന്നല്ലദീന ഇർതദ്ദൂ അലാ അദ്ബാരിഹിം പുറകിലേക്ക് പിന്തിരിഞ്ഞു പോയി കളയുന്ന ആളുകള് മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ ദൈവിക മാർഗദർശനം അവർക്ക് വ്യക്തമായി ലഭിച്ചതിന് ശേഷം അത്തരം ആളുകളെ യഥാർത്ഥത്തിൽ റാഞ്ചി കൊണ്ടുപോകുന്നത് പിശാചാണ്. അശ്ശൈത്വാനു സവ്വല ലഹും പിശാചാണ് അവരെ വശീകരിക്കുകയും ആകർഷിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അംലാലഹും അവർക്ക് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യുകയാണ് പിശാച്. എന്നാൽ അത് അവരുടെ പഴയ ജാഹിലിയത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് അതിന്റെ ഫലമായിട്ടുണ്ടാവുക. ഭൂമിയിലെ കുഴപ്പകാരികളായും അധർമ്മകാരികളായും ഒക്കെ അവർ മാറുന്ന ഒരു കാഴ്ചയാണ് വൈകാതെ കാണാൻ സാധിക്കുക എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ധാർമ്മികവും അതുപോലെ നീതിയുടെ അടിസ്ഥാനത്തിലുമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അതിശക്തമായ രീതിയിൽ തന്നെ അവർ നടത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ വൈമനസ്യം കാണിക്കുന്ന ആളുകൾ ഉൾപ്പെടെ സമൂഹം ഒന്നാകെ തന്നെ ആ പഴയ ജാഹിലിയത്തിന്റെ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ക്രൂരത ചെയ്യുന്നതിന്റെയും ഒക്കെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ അവര് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നതാണ് അള്ളാഹു ഒരു താക്കീത് എന്ന നിലക്ക് പിന്നിട്ട ആയത്തുകളിൽ വിവരിക്കുകയുണ്ടായത്. ഈ ആളുകള് കാപട്യം പേറി നടക്കുന്ന ഹൃദയത്തില് രോഗബാധയുള്ള ഈ ആളുകൾ അവരെ അള്ളാഹുവിന് വേണമെങ്കിൽ ഓരോരുത്തരെയും പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട്. അവരുടെ മുഖലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ തിരിച്ചറിയാനും സാധിക്കും. അവരുടെ സംസാരത്തിന്റെ ധ്വനിയും സ്വരവും ഒക്കെ തന്നെ മതിയാകും അവര് ഏത് ഗണത്തിലാണ് പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ ഓരോന്നും തന്നെ എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്നത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്, നന്നായി അറിയുന്നുണ്ട്. അപ്പോ തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായത് വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. നിങ്ങളെ തീർച്ചയായിട്ടും അള്ളാഹു പരീക്ഷണത്തിന് വിധേയരാക്കും. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തില് പോരാടുവാൻ സന്നദ്ധതയുള്ളത്, അതുപോലെ ആരാണ് സ്ഥിരചിത്തതയും സഹനവും അവലംബിക്കുന്നത് എന്നതൊക്കെ വ്യക്തമാകുന്ന വിധത്തിൽ വലനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ നിലപാടുകളെയും നാം പരീക്ഷണ വിധേയമാക്കും എന്നുകൂടി അള്ളാഹു പറയുകയാണ്. ഈ കാര്യങ്ങള് പരാമർശിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. നമുക്ക് ഈ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്, നിശ്ചയമായിട്ടും നിഷേധികളായി മാറിയവർ, സത്യത്തെ നിഷേധിച്ച ആളുകൾ, വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്ത ആളുകൾ. അത് സ്വയം തടയുന്നതോടൊപ്പം മറ്റുള്ളവരെയും സത്യമാർഗത്തിൽ നിന്ന് തടയുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വസദ്ദു അൻ സബീലില്ലാഹ് വശാഖുർ റസൂൽ, പ്രവാചകനോട് മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, സന്മാർഗം എന്താണ് എന്നത് വേണ്ട വിധം വ്യക്തമായതിനു ശേഷവും പ്രവാചകനോട് ശത്രുത കാണിക്കുന്ന, പ്രവാചകനോട് വിരോധം കാണിക്കുന്ന, അതുപോലെ പ്രവാചകനെ ധിക്കരിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാതിരിക്കുന്ന ആളുകൾ. 3 കാര്യങ്ങൾ. ഇന്നല്ലദീന കഫറു, സത്യനിഷേധികളായി മാറുക, അതുപോലെ വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുക, സ്വയം തടയുക, മറ്റുള്ളവരെയും തടയുക. വശാഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ദൈവിക മാർഗദർശനത്തിന്റെ ആശയവും പൊരുളും ഒക്കെ ശരിക്കും മനസ്സിലായതിനു ശേഷവും അള്ളാഹുവിന്റെ ദൂതനോട് വിരോധം കാണിച്ച്, ശത്രുത കാണിച്ച്, എതിർപ്പ് കാണിച്ച്, അനുസരണക്കേട് ഒക്കെ കാണിക്കുന്ന ആളുകൾ. അപ്പൊ ഈ 3 കാര്യങ്ങള് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ലൻ യളുറുല്ലാഹ ശൈഅ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ അള്ളാഹുവിന് യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല. അവർക്കൊരു ദ്രോഹവും അള്ളാഹുവിന് ചെയ്യാൻ സാധിക്കുകയില്ല. ലൻ യളുറുല്ലാഹ ശൈഅ. ഈ നിലപാടുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സത്യനിഷേധവും സത്യമാർഗത്തിൽ നിന്ന് തടയലും, അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അനുസരണക്കേടും ശത്രുതയും എതിർപ്പും ഒക്കെ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ, സത്യം എന്താണ്, സന്മാർഗം എന്താണ് എന്നതൊക്കെ വ്യക്തമായതിനു ശേഷം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ലൻ യളുറുല്ലാഹ ശൈഅ, അവർ അള്ളാഹുവിനോട് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ദ്രോഹം ഒന്നാമതായി അവരോട് തന്നെയാണ്. അവരുടെ അള്ളാഹു നൽകിയ ജീവിതം എന്ന അവസരം അവർക്ക് തന്നെ പ്രയോജനകരമല്ലാതാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോ ലൻ യളുറുല്ലാഹ ശൈഅ, അവർ അള്ളാഹുവിനോട് യാതൊരു ദ്രോഹവും അതിലൂടെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നില്ല. ളുറ് ചെയ്യുന്നത് അവരോട് തന്നെയാണ്. ലൻ യളുറുല്ലാഹ ശൈഅ വസയുഹ്ബിതു അഅ്മാലഹും. അപ്പൊ ഇവരുടെ ഈ 3 നിലപാടുകൾ കാരണമായി, സത്യനിഷേധം, സത്യമാർഗത്തിൽ നിന്ന് ആളുകളെ തടയല്, അള്ളാഹുവിന്റെ പ്രവാചകനോട് ശത്രുതയും പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ കാണിച്ചുകൊണ്ട് നിലക്കൊള്ള, സന്മാർഗം അവർക്ക് ശരിക്കും ബോധ്യപ്പെട്ട് മനസ്സിലാകാൻ അവസരം ഉണ്ടായിട്ട് അതിനുശേഷവും അങ്ങനെയുള്ള ആളുകൾ അവര് അള്ളാഹുവിനോട് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, മറിച്ച് വസയുഹ്ബിതു അഅ്മാലഹും, അവൻ അവരുടെ പ്രവർത്തനങ്ങളെ തകർത്ത് കളയുകയാണ് ചെയ്യുക. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ ഫലശൂന്യമാക്കി മാറ്റും.
അവര് ജീവിതത്തില് പല പ്രയത്നങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ പ്രയത്നങ്ങളൊന്നും അവർക്ക് ഐഹിക ലോകത്തോ മരണശേഷമോ പ്രയോജനപ്പെടാത്ത ഫലശൂന്യമായ പ്രവർത്തനങ്ങളാക്കി അള്ളാഹു മാറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന് എന്തെങ്കിലും ദ്രോഹം അള്ളാഹുവിനോട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അവരതിന് ആ ഒരു സ്റ്റേറ്റസിലുള്ള അവസ്ഥയിലല്ല അവരുള്ളത്. അള്ളാഹുവിനെ ദ്രോഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല അവരാരും തന്നെ ഉള്ളത്. അള്ളാഹുവിനെ ദ്രോഹിക്കാനൊന്നും അങ്ങനെ ഈ എതിർപ്പും ശത്രുതയും സത്യനിഷേധവും ഒക്കെ കാണിച്ചത് കൊണ്ട് അവർക്ക് സാധിക്കില്ല. മറിച്ചുണ്ടാവുക അവരുടെ ഈ നിലപാടുകൾ കാരണമായി അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ പാഴായതാക്കി മാറ്റും, അവരുടെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമാക്കും എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. രണ്ടു വിധത്തില് ഈ ആയത്തിനെ മനസ്സിലാക്കാവുന്നതാണ്. അതില് ഒന്നാമത്തേത്, നല്ല കർമ്മങ്ങൾ എന്ന് കരുതിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികള് പിന്നീട് അവർ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവുകയാണ് അതൊന്നും നല്ല കർമ്മങ്ങളായിരുന്നില്ല, സൽക്കർമ്മങ്ങളായിരുന്നില്ല, യാതൊരു ഫലവും ഉള്ള കർമ്മങ്ങളായിരുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു അനുഭവം അവർക്ക് പിന്നീട് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവര് സമയം ചെലവഴിച്ച്, പണം ചെലവഴിച്ച്, ഊർജം ചെലവഴിച്ച് ഏതൊന്നിലാണോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും തന്നെ ഒരു ഗുണവും ഉണ്ടായ കാര്യങ്ങളല്ല എന്നത് മനസ്സിലാക്കാൻ അവർക്ക് പിന്നീട് യോഗം ഉണ്ടാകുക എന്നതാണ് അതിന്റെ ഒരു സൂചന. മറ്റൊരു സൂചന, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഒക്കെ വഴി തടയാനുള്ള അവരുടെ സൂത്രങ്ങൾ, അവരുടെ പ്രയത്നങ്ങൾ, അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും ഇപ്പോ പിന്തുടർന്നു വരുന്ന നടപടികളെ തടയുക അല്ലെങ്കിൽ അത് ഫലവത്താക്കാതിരിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനൊന്നും ഒരു ഫലവും ഉണ്ടാവാതെ അള്ളാഹു മാറ്റുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അത്തരം ദ്രോഹ നടപടികൾ എവിടെയും ഏശാതെ പോവുക, അതിന് അവരുദ്ദേശിച്ച ഫലമൊന്നും ഉണ്ടാവാതെ പോവുക. ആ വിധത്തില് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ ഫലശൂന്യമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ തകർത്തു കളയുന്നു. ഒന്നാമത്തെ ഒരു സാധ്യത, അവര് വലിയ നന്മകളാണ് എന്ന് കരുതി ചെയ്യുന്നതൊന്നും തന്നെ അവർക്ക് ഐഹിക ലോകത്തും മരണശേഷവും പ്രയോജനം ചെയ്യാത്തതാണെന്ന് വരിക. അതാണ് പ്രവർത്തനങ്ങൾ ഫലശൂന്യമാകുക അല്ലെങ്കിൽ തകർക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു സൂചന. മറ്റൊന്ന്, ഇപ്പോ അള്ളാഹുവിനെ ദ്രോഹിക്കാൻ, അവന്റെ പ്രവാചകനെ തടയാനും ദ്രോഹിക്കാനും ഒക്കെ ആയിട്ട് അവര് പല ആസൂത്രണങ്ങളും പല പണികളും ഒക്കെ ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണാതിരിക്കുക, അതിനെയൊക്കെ അള്ളാഹു നിർവീര്യമാക്കി കളയുക. ഈ രണ്ട് രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തകർത്തു കളയുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവിനെ ദ്രോഹിക്കാനൊന്നും അവർക്ക് ഈ പരിശ്രമങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. വസയുഹ്ബിതു അഅ്മാലഹും, അള്ളാഹുവിനെ ദ്രോഹിക്കുന്നത് പോയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ എന്തെങ്കിലും അവര് ലക്ഷ്യം വെച്ച വിധത്തിലുള്ള ഗുണമുള്ളതായി മാറുന്നില്ല. അള്ളാഹു അത് തടയുകയാണ്. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുകയാണ്. എന്നിട്ട് അത് നിഷേധികളുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുകയാണത്. തുടർന്ന് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനെയും അനുസരിക്കുക. ഇത് വേറെ വേറെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത്തിയുല്ലാഹ വർ റസൂല എന്നല്ല പറഞ്ഞത്. അതിന്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി അവര് അള്ളാഹുവിന്റെ ദൂതനെ അനുസരിക്കുന്നതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനെയും അനുസരിക്കുക. വലാ തുബ്തിലു അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്.
അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് പറഞ്ഞത് അത് തമ്മിലൊരു ബന്ധം തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണല്ലോ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന നടപടിയിലൂടെ പ്രവർത്തനങ്ങൾ പാഴായതാവും. അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിക്കുന്ന ഒരു നടപടി ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് കാരണമായിട്ടും അയാളുടെ അമലുകൾ ബാത്തിലാകും. അപ്പൊ വിശ്വാസികളോടായിട്ട് അള്ളാഹുവിടെ അവരെ ചേർത്ത് നിർത്തുന്ന ഭാഷയിൽ പറയുന്നത്, നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയരുത്. നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിനോട് അനുസരണം കാണിക്കാതിരിക്കലും അവന്റെ ദൂതനോട് അനുസരണം കാണിക്കാതിരിക്കലും. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനെ അനുസരിക്കുക. അക്കാര്യത്തിൽ നിങ്ങൾ പിശാചിന്റെ പ്രേരണകൾക്ക് വശംവദരാവാതിരിക്കുക. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും അവന്റെ ദൂതനെ അനുസരിക്കുന്ന വിഷയത്തിലും നിങ്ങൾ പിശാചിന് വശംവദരാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ബാത്തിലാക്കി കളയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി. അത് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല. ഇങ്ങനെ വളരെ കണിശമായൊരു നിർദ്ദേശം അള്ളാഹുവിടെ നൽകുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ ഈ സൂറത്തിന്റെ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധത്തിനുള്ള നിർദ്ദേശം, യുദ്ധം ഏറ്റുമുട്ടൽ വേണ്ടി വരികയാണെങ്കിൽ, ശത്രുക്കളുമായി പോരാടേണ്ടി വരികയാണെങ്കിൽ അവരുടെ പെരടി വെട്ടണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചുകൊണ്ട് യുദ്ധസംബന്ധമായ ചില നിർദ്ദേശങ്ങള് പഠിപ്പിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണല്ലോ ഇക്കാര്യം പറയുന്നത്. അതുകൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ടു കൊണ്ടുകൂടിയുള്ള ദൈവിക നിർദ്ദേശങ്ങള്, അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങള്, അതൊന്നും പാലിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുത്. അങ്ങനെ അക്കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടും അവന്റെ ദൂതനോടുള്ള അനുസരണക്കേടുമാകും. അതിന്റെ ഫലമായി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും ബാത്തിലായി പോവുകയും ചെയ്യും എന്ന ഒരു താക്കീതാണ് ഇവിടെ അള്ളാഹു നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. ഇത് പൊതുവായൊരു പ്രസ്താവന കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് വിഷയത്തിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കാനുള്ള സന്നദ്ധത വിശ്വാസികൾക്ക് അനിവാര്യമാണ്. മറിച്ചാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവരുടെ സൽപ്രവർത്തനങ്ങൾ തന്നെ ബാത്തിലായി പോകും. അടിസ്ഥാനപരമായി അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക എന്ന ഒരു മാനദണ്ഡം പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതക്ക് അള്ളാഹു വെച്ചിരിക്കുകയാണ്. പ്രവർത്തനങ്ങൾ സ്വീകാര്യതയുള്ളതാവണമെങ്കിൽ അത് ചെയ്യുന്ന ആളുകള് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നതിൽ സന്തോഷവും തൃപ്തിയും കണ്ടെത്തുന്നവരാകണം. മറിച്ച് അവര് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നവരായിട്ടാണ് എന്തെങ്കിലും സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ കർമ്മങ്ങൾക്കൊന്നും ഫലം ഉണ്ടാവില്ല. അതൊക്കെ ബാത്തിലായ കർമ്മങ്ങളായി മാറും എന്നാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇന്നല്ലദീന കഫറു എന്നിട്ട് പറയുന്നത്, ഇന്നല്ലദീന കഫറു നിശ്ചയമായിട്ടും നിഷേധികൾ ആയവർ, സത്യനിഷേധം അനുവർത്തിക്കുന്ന ആളുകൾ, വസദ്ദു അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്ന ആളുകൾ. അത് സ്വയം തടയുന്നതും അതുപോലെ മറ്റുള്ളവരെ തടയുന്നതും, മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ആളുകൾ. നിഷേധികളായി എന്നതിന് പുറമെ മറ്റുള്ളവരെ സത്യമാർഗത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് തടയുന്ന, സ്വന്തത്തെയും തടയുന്ന ആളുകൾ. അവര് വസദ്ദു അൻ സബീലില്ല സുമ്മ മാതു വഹും കുഫാർ, പിന്നീട് അവര് നിഷേധികളായിക്കൊണ്ട് തന്നെ അങ്ങ് മരിച്ചു പോവുകയുമാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ അവര് സത്യനിഷേധം കാണിച്ചു. രണ്ടാമത്തെ ഫേസിൽ അവര് സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തു. സ്വയം അതിലേക്ക് നീങ്ങാതെ സ്വയം തടഞ്ഞു, അതുപോലെ മറ്റുള്ളവരെയും തടഞ്ഞു നിർത്തി. അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. എന്നിട്ട് അവർ മരിച്ചു പോകുന്നത് ഈ കുഫറിന്റെ അവസ്ഥയിൽ തന്നെയാണ് എന്നും കരുതുക. അപ്പൊ മാത്തു
സുമ്മ മാത്തു വഹും കുഫാർ, കുഫാറുകളായിട്ട് നിഷേധികളായിക്കൊണ്ട് തന്നെയാണ് അവർ മരിച്ചു പോകുന്നത് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, ഒരിക്കലും തന്നെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഒന്നാമതായി നിഷേധികളായി, രണ്ടാമത് സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരായി, മൂന്നാമത്തത് ആ അവസ്ഥയിൽ കുഫാറുകളായിക്കൊണ്ട് അവർ മരിച്ചു പോവുകയും ചെയ്യുന്നു. എങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഒരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അവർക്കൊരു മോക്ഷമാർഗം പിന്നീട് അവരുടെ മുന്നിൽ തെളിയുന്നില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയത്. ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. അപ്പൊ വിശ്വാസപരമായ കൃത്യത, അതിന്റെ തെളിമ, നിലപാടുകൾ ഏറ്റവും സുതാര്യമായതാവുക, അള്ളാഹുവിനോടും അവന്റെ ദൂതനോടുമുള്ള വിധേയത്വത്തില് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പമോ കാപട്യമോ കലരാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരു സംഗതി, ഈ ഒരു അടിത്തറ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് വിജയപ്രതീക്ഷയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വേണം. അങ്ങനെ വിശ്വാസപരമായി കറകളഞ്ഞവരായി മാറിയാൽ മാത്രമേ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവുള്ളൂ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നവരായിട്ട് അവർ മാറുകയും ഉള്ളൂ. വീഴ്ചകളും പോരായ്മകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കണമെങ്കിൽ അവര് ഈ തലത്തില് കളങ്കരഹിതരാവണം. അവര് നിഷേധികളാവരുത്, സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരാകരുത്, പിന്നെ മരിച്ചു പോകുന്നത് ആ കുഫറിന്റെ അവസ്ഥയിലാവുകയും ചെയ്യരുത്. നിഷേധികളായിക്കൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥയാണ് വരുന്നതെങ്കിൽ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, ഒരിക്കലും തന്നെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് തുടർന്ന് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്. അടിസ്ഥാനപരമായി വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില ശക്തമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ വിശ്വാസമാണ് അടിത്തറ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക എന്നതും വിശ്വാസപരമായി ധാർഢ്യതയുള്ളവരാവുക എന്നതും സത്യമാർഗത്തിൽ നിന്ന് ആരെയും തടയാതിരിക്കുക എന്ന ഒരു സൂക്ഷ്മത കാണിക്കുന്നവര് ആവുകയോ ചെയ്യുമ്പോഴാണ്, ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തില് പോരാളികളാവാൻ സാധിക്കുക. അങ്ങനെ തുടർന്ന് അള്ളാഹു പറയുന്ന ഫലാ തഹിനു, നിങ്ങള് ദുർബലത കാണിക്കുന്നവരാവരുത്, ദൗർബല്യം കാണിക്കുന്നവരാവരുത്. വതദൂ ഇലസ്സൽമി, എന്നിട്ട് സമാധാന കരാറിലേക്ക്, സന്ധി സംഭാഷണത്തിലേക്ക് കൂടുതൽ തൂക്കം കാണിക്കുന്നവർ, അതിനു വേണ്ടി കേഴുന്നവരായിട്ട് മാറുകയും ചെയ്യരുത്. ശത്രുക്കളുമായി പോരാടുമ്പോ സന്ധി സമാധാന കരാറ് എന്നൊന്നുള്ള വർത്തമാനം ഒന്നാമത് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നിങ്ങൾ കരുത്താണ് കാണിക്കേണ്ടത്, ശക്തിയാണ് കാണിക്കേണ്ടത്, പോരാട്ട വീര്യമാണ് കാണിക്കേണ്ടത്. ഇതിന്റെ വളരെ ഗംഭീരമായൊരു മാതൃക നമ്മുടെ കാലഘട്ടത്തിൽ പിന്നിട്ട നാളുകളിൽ മധ്യ പൗരസ്ത്യ ദേശത്ത് നടന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയുണ്ടായി. വളരെ ഡിഗ്നിറ്റി കാണിച്ചുകൊണ്ടാണ് ഇറാൻ അതിൽ നിലപാട് സ്വീകരിക്കുകയുണ്ടായത്. അവരങ്ങോട്ട് സമാധാനത്തിനോ സന്ധിയോ ആവശ്യപ്പെട്ടുകൊണ്ട് കേണ് ചോദിക്കുന്ന, അതിനുവേണ്ടി കെഞ്ചി യാചിക്കുന്ന ഒരു ചിത്രമല്ല നമുക്ക് കാണാൻ കഴിയും. മറിച്ച് അവര് കരുത്ത് തന്നെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നത്, ശക്തി തന്നെയാണ്, പോരാട്ട വീര്യമാണ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അതാണ് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരുന്നത്. അവസാനം സമാധാനത്തിന്, സന്ധിക്ക് വേണ്ടിയുള്ള ആലോചന, സംസാരം, അതിനുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ വരുന്നത് മറുപക്ഷത്തു നിന്നായി മാറി എന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു നിലപാട് സത്യവിശ്വാസികൾക്ക് നിരന്തരം ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിടെ അത് സംബന്ധമായ ഒരു നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത്. നിങ്ങൾ ദുർബലത കാണിക്കരുത്, ഫലാ തഹീനു, നിങ്ങൾ വഹന് കാണിക്കരുത്. വഹന് എന്ന് പറഞ്ഞാൽ ദൗർബല്യം. നിങ്ങൾ ദുർബലരാണ് എന്നൊരു തോന്നല് ശത്രുക്കളിൽ എളുപ്പം ഉണ്ടാക്കുന്ന വിധത്തില് സമാധാന കരാറിന് നിങ്ങൾ കെഞ്ചി കേഴുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല.
സമാധാനം വേണ്ടെന്നല്ല, കരാറ് വേണ്ടെന്നല്ല. സന്ധി സംഭാഷണവും സന്ധി ഉപാധികള്, കരാറുകള്, സമാധാന കരാറൊക്കെ വേണ്ടി വരും. അത് സന്ദർഭത്തിന്റെ ഔചിത്യം അനുസരിച്ച് അത്തരം നടപടികൾ സ്വീകരിക്കുകയും വേണ്ടി വരും. ശത്രുക്കൾ അതിന് സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ അതിന് ചെവി കൊടുക്കേണ്ടിയും വരും. അത് ചെയ്യുന്നതിന് ഇസ്ലാം എതിരല്ല, തടസ്സമല്ല. അത് വലിയ വിജയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. എന്നാൽ സമാധാനത്തിന് പോരാട്ടം സാധിക്കാതെ, പോരാടാൻ കഴിയാതെ ഞങ്ങൾ തളർന്നു പോയിരിക്കുന്നു, ക്ഷീണിച്ചു പോയിരിക്കുന്നു, ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ തീർന്നു പോയിരിക്കുന്നു എന്നൊരു തോന്നല്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇനി പോരാടാൻ വയ്യ എന്നൊരു കാര്യം വെളിപ്പെടുത്തുന്ന വിധത്തില് സന്ധിക്ക് വേണ്ടി കെഞ്ചുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനഃശാസ്ത്രപരമായ വളരെ ഗംഭീരമായ ഒരു ഹിക്മത്താണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പോരാട്ടത്തിന് സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംഘത്തിലെ ഒന്നാമൻ അള്ളാഹുവാണ് എന്ന ബോധ്യത്തോടു കൂടി സകല ദൗർബല്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പോരാടാൻ സന്നദ്ധരാവുകയാണ് വേണ്ടത്. അവിടെ ദൗർബല്യം വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കരുത്. നന്നായി പോരാടുക. മരണമെങ്കിൽ മരണം, അള്ളാഹു നൽകുന്ന ഷഹാദത്തെങ്കിൽ ഷഹാദത്ത് എന്ന നിലക്ക് പോരാടാനുള്ള സന്നദ്ധതയിൽ യാതൊരു കുറവും വീഴ്ചയും വരുത്താൻ പാടില്ല. ഫലാ തഹിനു, നിങ്ങൾ ദൗർബല്യം വെളിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കരുത്. എന്നിട്ട് സമാധാന കരാറിന് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നവരായി മാറുകയും ചെയ്യരുത്. ഇതാണ് പറയുന്നത്. നിങ്ങളാണ് വിജയിക്കേണ്ടത്, നിങ്ങളാണ് ഉയർന്നു നിൽക്കേണ്ടത്, ഉന്നതന്മാര്. നിങ്ങൾക്കാണ് ഔന്നത്യമുള്ളത്. വല്ലാഹു മഅക്കും, കാരണമുണ്ട്, അള്ളാഹു നിങ്ങളുടെ കൂടെയാണ്. അതാണ് കാര്യം. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഇതില് ഉയർന്നു നിൽക്കേണ്ടതും വിജയിക്കേണ്ടതും ഒക്കെ. നിങ്ങൾ ഔന്നത്യമുള്ളവർ തന്നെയാണ്. കാരണം നിങ്ങൾ നിലകൊള്ളുന്നത് സത്യമാർഗത്തിലാണ്. അതിലുപരി വല്ലാഹു മഅക്കും, നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട് താനും. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി, നമ്പർ 1, നിങ്ങളുടെ ഭാഗത്താണ് സത്യവും നീതിയും ന്യായവും ഒക്കെ ഉള്ളത്. അതാണ് ഒരു കാരണം. സ്വാഭാവികമായിട്ടും സത്യവും നീതിയും ന്യായവും ആരുടെ പക്ഷത്താണോ അവരുടെ പക്ഷത്താണ് അള്ളാഹു ഉണ്ടാവുക. അള്ളാഹു മഅക്കും, നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് നിങ്ങള് സമാധാന കരാറിലേക്ക് അങ്ങ് എത്താൻ വേണ്ടിയുള്ള വ്യഗ്രതയും അതിനു വേണ്ടിയുള്ള കേണുകൊണ്ടുള്ള ഒരു പറച്ചിലൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ദൗർബല്യം വെളിപ്പെടുന്ന യാതൊന്നും നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ ശക്തിയോടെ പോരാടുക. വലയ്യത്തിറക്കും അഅമാലക്കും, അങ്ങനെ ആയാൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു പാഴാക്കുകയില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നിഷ്ഫലമാക്കി മാറ്റുകയില്ല. വലയ്യത്തിറക്കും, യത്തിറ എന്നുള്ളത് വത്തറ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. അതിൽ നിന്നാണ് വിത്ർ എന്ന വാക്കൊക്കെ വരുന്നത്. നമസ്കാരം ഒരു റക്അത്തിൽ അവസാനിപ്പിക്കുന്നതിനാണല്ലോ വിത്ർ എന്ന് പറയാം, രാത്രി നമസ്കാരത്തിൽ. അപ്പൊ ഇവിടെ വലയ്യത്തിറക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർമ്മങ്ങൾ ഒറ്റപ്പെട്ടതാവുകയില്ല എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ മുറിഞ്ഞു പോയതാവുകയില്ല. അത് പാതി വഴിയിൽ മുറിഞ്ഞുപോയി അത് ഫലം കണ്ടെത്താത്ത ഒരു സംഗതിയാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് നിശ്ചയദാർഢ്യത്തോടു കൂടി, നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി, നിങ്ങളുടെ പക്ഷമാണ് ശരിയുടേത്, നീതിയുടേത്, സത്യത്തിൻ്റെത് എന്ന ദൃഢബോധ്യത്തോടു കൂടി നിങ്ങൾ നിലകൊള്ളണം. സമാധാനത്തിനു വേണ്ടി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ധൃതി കാണിച്ച് വ്യഗ്രതപ്പെട്ട് ശത്രുവിന്റെ മുന്നിൽ കേഴുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ കരുത്തും ശക്തിയും പോരാട്ട വീര്യവുമാണ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് ഇസ്ലാമിന്റെ അപജയമുണ്ടായ യുദ്ധങ്ങളിൽ പോലും മുസ്ലിങ്ങൾ കാഴ്ചവെച്ചത് കാണാൻ കഴിയും. ഉഹദ് യുദ്ധം ഒരു ഉദാഹരണത്തിന് കാണുകയാണെങ്കിൽ ഒരു ഘട്ടത്തില് നിഷേധികൾക്ക് വമ്പൻ വിജയമുണ്ടാവുകയും മുസ്ലിങ്ങൾ തറപറ്റി പോവുകയും ചെയ്ത ഒരു യുദ്ധമാണത്. പക്ഷെ അതിനു ശേഷം വീണ്ടും സൈന്യത്തെ ഒരു കൂട്ടി ഒരു പോരാട്ടത്തിന് അവസരം കിട്ടിയപ്പോ
വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് വിശ്വാസികൾ കാണിച്ചു. അതില് ഒരു തെറ്റായ ധാരണ, യുദ്ധത്തിന്റെ ഗതിയെ കുറിച്ചൊരു തെറ്റായ കണക്കുകൂട്ടല് ശത്രുക്കൾക്ക് ഉണ്ടായിട്ട് അവര് പോരാടാൻ കൂട്ടാക്കാതെ പിന്തിരിഞ്ഞു പോയി കളയുകയാണ് ചെയ്തത്. കുറെ അങ്ങ് എത്തിയതിന്റെ ശേഷമാണ് മക്കയുടെ ഭാഗത്തേക്ക് അവർ യാത്ര തിരിച്ച് കുറെ അങ്ങ് എത്തിയതിന്റെ ശേഷമാണ് അവർക്ക് മനസ്സിലാവണത് വേണമെങ്കിൽ നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നല്ലോ എന്നതൊക്കെ. അപ്പോ അതിന്റെ ഒരു കാരണം വിശ്വാസികള് രണ്ടാമതും ഒത്തുകൂടി പോരാട്ടത്തിന് മുതിർന്നപ്പോ അവര് കാണിച്ച നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും ഒക്കെയാണ്. ഇത് തന്നെയാണ് യുദ്ധവിജയത്തിന്റെ രഹസ്യം. യുദ്ധത്തിൽ ദൗർബല്യം വെളിപ്പെടുത്തുന്നത് ആരാണോ അവരാണ് തോറ്റുപോകുക. അതാണ് നമ്മൾ കാണുന്നത് എല്ലായിടത്തും തന്നെ. അപ്പോ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാവുന്നില്ലെങ്കിൽ, പോരാട്ട വീര്യം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ആർക്ക് സാധിക്കും? നിങ്ങളാണ് സത്യത്തിന്റെ പക്ഷത്ത്, നിങ്ങളാണ് ന്യായത്തിന്റെ പക്ഷത്ത്, നിങ്ങളാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതിലൊക്കെ ഉപരിയായി നിങ്ങൾക്കാണ് യുദ്ധത്തില് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ വലിയ പ്രതീക്ഷയുള്ളത്. അതിനും പുറമെ യുദ്ധത്തില് അള്ളാഹു നിങ്ങളോടൊപ്പമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ടുകൊണ്ട്, ഇതൊരു വെറും തമാശക്ക് പറയുന്ന ഭംഗിവാക്കൊന്നുമല്ല, സത്യമാണ് അള്ളാഹു പറയുന്നത്. ഇത് സത്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടി നിലകൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കാണും. യുദ്ധത്തിൽ നിങ്ങൾക്ക് ഔന്നത്യം നേടാൻ കഴിയും. നിങ്ങളുടെ കർമ്മങ്ങളും ശ്രമങ്ങളും ഒന്നും തന്നെ പാഴായി പോവുകയും ഇല്ല, ഫലശൂന്യമായി പോവുകയുമില്ല. ഇത് സത്യവിശ്വാസികൾ ഒരുപക്ഷെ ലോകത്ത് മിക്ക ഭാഗങ്ങളിലും മറന്നുപോയിട്ടുള്ള, ഇസ്ലാമിക സമൂഹത്തിലെ ചെറിയ ചില വിഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയായി പരിണമിച്ചിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ, വിശ്വാസപരമായ ശരിയായ അടിത്തറയുള്ള ആളുകൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോ എത്തിറക്കും അഴമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു ഫലശൂന്യമായതാക്കി മാറ്റുകയേ ഇല്ല. ഈ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് ഫലവത്തായതായി മാറിയതായി കാണാൻ സാധിക്കും. ഐഹിക ലോകത്തും അതിന് ഫലം ഉണ്ടാവും, മരണശേഷവും അതിന്റെ ഫലം ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.